ഓ സമയമുണ്ട് 20-21 സെക്കൻഡ് ആയിട്ടുള്ളൂ. അയൺ ബോക്സ് എടുത്ത് ഫ്യൂച്ചർ വൈഫ് വരുമ്പം ഗുഡ് മോർണിംഗ് മൈ വാച്ച്. എല്ലാ ദിവസവും ഞാൻ എന്റെ വാച്ചിനോട് ഗുഡ് മോർണിംഗ് പറയും. രാവിലെ തന്നെ കുളിച്ച് മാറ്റി റെഡി ആയി ഞാൻ കുളിച്ചു രാവിലെ. എന്തൊരു സമാധാനം, ശാന്തി. എത്ര കാലായി. കൊഞ്ഞോ അരെ കൊഞ്ഞോ കിതറേത്തു എന്തോടി നീ മാലാകെ. ബൈ ദ വേ എന്റെ മണിയറ ഗൈസ്, എന്റെ ഫസ്റ്റ് നൈറ്റിന്റെ റൂം ഇപ്പോഴും റെഡി ആക്കിയിട്ടില്ല. ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. സോ ഇത് പെട്ടെന്ന് റെഡി ആക്കാനാണ്. വേണ്ട, ഫസ്റ്റ് നൈറ്റിനന്ന് അന്നെ ഇവിടെ കണ്ടുപോയിരുന്നു, മനസ്സിലായില്ലേ? നിന്നെ തൂക്കി പുറത്തിറങ്ങി. എന്റെ ഫസ്റ്റ് നൈറ്റ് തകർക്കാൻ വേണ്ടി ഇവര് പലരും ഗൂഢാലോചന ഉണ്ടെന്ന് കേട്ടു. അതെ, ആഘോഷിക്കാം. അതൊക്കെ നമുക്ക് വൈത്താലോ. എനിക്ക് പറയാം, ഇവളെ ഈ ഭാഗത്ത് കണ്ടുപോകരുതെന്ന് എനിക്ക് പറയാം. ചില കുട്ടികൾക്കൊന്നും കിടക്കാൻ സ്ഥലം ഉണ്ടാകുമ്പോ നിങ്ങൾ ഞങ്ങൾ ഇടയിൽ കണ്ടേ കടത്തണി. അതിനൊക്കെ ഇത് മൊത്തത്തിൽ എന്റെ റൂമാണ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് നൈറ്റ് റൂം. നോ മോർ ഷെയറിംഗ്. ഓക്കേ, നോ. അതുപോലെ തന്നെ ഇത് കവർ ചെയ്യണം ഗൈസ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് ചില ആൾക്കാര് ഏന്തി നോക്കാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയുണ്ട് ഞങ്ങളെ നമ്മള് പ്രഷർ വാഷർ യൂസ് ചെയ്ത് കാർ രാവിലെ കോളേജിൽ പോയി ഇറങ്ങിയപ്പോ തളങ്ങുന്നു കണ്ണിൽ നല്ല തിളക്കുണ്ട് ഗൈസ്. അപ്പൊ ആദ്യമായിട്ട് നമ്മളെ വീട്ടിലേക്ക് ഒരു പുതിയൊരു കുട്ടി വരുമ്പോ, ഫ്യൂച്ചർ വൈഫ് വരുമ്പോ അവൾക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. സോ അവൾക്ക് പാലട പായസം ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഞാൻ പഠിക്കണം, നീ എന്നെ പഠിപ്പിച്ച അതാ ഞാൻ വരുന്നത്. പാലട പായസം അവൾക്ക് വൺ ഓഫ് ദി ക്രേസിയസ്റ്റ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നീയല്ല, നീ ഇംപ്രസ് ചെയ്യണ്ട, ഞാനല്ല നിങ്ങളെ ചെയ്യണ്ട. പാലട പായസം ഗൈസ്. ഓക്കെ, ബാ നോക്കാം ഗൈസ്. അപ്പൊ ഈ സാധനം വെച്ചിട്ടാണ് പാലട പായസം. കുഞ്ഞു അവിടുന്ന് എന്തോടെ കുക്കറൊക്കെ എടുക്കുന്നേ? അത് കുക്കറല്ലേ, പായസം ഉണ്ടാക്കേണ്ട പാത്രങ്ങൾ എന്റെ ഇവളെ കൊണ്ടെന്താ പായസം മിക്സ് ചെയ്യാം. മിക്സിന്ന് വേണ്ട, അരിക്കാൻ പഠിക്കണോ? ചമ്മന്തിക്ക് അരിക്കേണ്ടി വരും. നീ ഇപ്പൊ പാലട പായസം പാലൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. കണ്ടില്ല, അത്യാവശ്യം പാലൊക്കെ ഉണ്ട്. 2 പാക്ക് പാലുണ്ട്, അത് മതി. പായസം, ഇത് പായസം തന്നെയാണ് കുക്ക് ചെയ്തത്. എന്തടി ഞാൻ കുക്ക് ചെയ്തായിരുന്നു. എനിക്ക് കുറച്ച് ഇന്നോവേറ്റീവ്സ് ആയിട്ടുള്ള എന്താ പറയാ കിച്ചൺ ഐറ്റംസ് ഒക്കെ മേടിച്ചിരുന്നു. ഞാൻ കുക്ക് ചെയ്തിരുന്നു. ഇതൊക്കെ ഞാൻ കുക്ക് ചെയ്യുന്നതാ. നീ കുക്ക് കരിഞ്ഞു കിടക്കണ്ടല്ലോ നിങ്ങളെ. നിനക്ക് പായസം വേണം, ഇംപ്രസ് ചെയ്യിപ്പിക്കണോ? ഇപ്പൊ എന്താ ഫുഡ് ഉണ്ടാക്കണം, എനിക്ക് കൊണ്ട് കൊടുക്കാൻ കഴിയും. കുറച്ച് ഇന്നോവേറ്റീവ് സാധനം വാങ്ങാം. കമോൺ. ഓക്കെ ഗൈസ്, പിന്നെ ഞാൻ ഇതൊക്കെ കാറിന്റെ ഇവിടെ ഒക്കെ ഒന്ന് പോളിഷ് ചെയ്യാനുള്ള സാധനം ഞാൻ വാങ്ങിയിരുന്നിട്ടാ ഗൈസ്. പിന്നെ ഓണാണ് വരാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ പായസത്തിന്റെ കളിയായിരിക്കും. അപ്പൊ എന്നാ കുഞ്ഞ് നമ്മൾ ഇങ്ങനെ ചെയ്യാം, അവള് വരാൻ നിക്കണ്ട, നമുക്ക് ഇത് ഈ ഒരു സമയത്തിന്റെ ഓണത്തിന് എന്തായാലും നമ്മൾ ഫുഡ് ഒക്കെ ഉണ്ടാക്കും. അപ്പൊ നമുക്ക് ഈ ഒരു സമയത്തിന്റെ പായസം വെച്ചിട്ട് കൊടുത്ത് എനിക്ക് മേടിച്ചു തന്നാൽ എനിക്ക് എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. നമ്മളെ ഷോപ്പിലെത്തി ഇതാക്കണം. നമ്മളെ വീടിന്റെ അടുത്തുള്ള പത്തടിപ്പാലത്തുള്ള പ്രസ്റ്റീജിന്റെ എക്സ്ക്ലൂസീവ് ഷോപ്പിലാണ് നമ്മൾ വന്നിട്ട്. PXL എന്ന് പറയും. സോ നമുക്ക് നോക്കാം ഗൈസ്, നമ്മളൊന്ന് കയറി നോക്കട്ടെ എന്തൊക്കെയാണ് അവിടുത്തെ സംഭവം. ഗൈസ്, ഇവിടെ എത്തിയപ്പോൾ അറിഞ്ഞേക്കണം ഓണം ആയതുകൊണ്ട് കുറെ ഓണത്തിന്റെ ഓഫേഴ്സും കാര്യങ്ങളുണ്ട്. സോ കുഞ്ഞ് എനിക്കൊരു ചലഞ്ച് കൊടുക്കാം ഗൈസ്. അപ്പൊ നമ്മൾ ഷോപ്പിലെത്തി ഇവിടെ കുറെ സാധനങ്ങളുണ്ട്. ഓണായതുകൊണ്ട് ചെറിയ കുഞ്ഞു നിനക്കൊരു ചലഞ്ച് എന്താ വെച്ചാല്, നിനക്ക് ഇവിടുന്ന് കയ്യിൽ ഒതുങ്ങാവുന്ന ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാം. ഓക്കെ, പക്ഷെ കയ്യിൽ ഒതുങ്ങാൻ പറ്റുന്ന എല്ലാ സാധനവും. പിന്നെ അല്ല, പക്ഷെ ഫ്രീ ഒരുപാടുണ്ട്, അതൊന്നും എടുക്കണ്ടല്ലോ, കാരണം അത് ഓൾറെഡി ഫ്രീ കിട്ടില്ല. നമ്മൾ അത് ശരി. അപ്പൊ നീ റെഡി ആയിക്കോ. ഇവിടെ ഒരുപാട് സാധനങ്ങൾ, ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇവൾക്ക് 1 മിനിറ്റ് സമയം, 1 മിനിറ്റ് സമയം കൊണ്ട് ഇവൾക്ക് എടുക്കാനുള്ളതൊക്കെ കയ്യിൽ ഒതുങ്ങാൻ എടുക്കാം. വീണ് പോകരുത്, പിന്നെ അതിന്റെ പൈസ കൊടുക്കണ്ടേ ഗൈസ്. അപ്പൊ അതൊക്കെ ഞാൻ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ കുഞ്ഞോ. പക്ഷെ അതിന് മുമ്പ് കുറച്ച് ഓഫേഴ്സ് ഉണ്ട്, അതൊന്ന് പരിചയപ്പെടാം. അതാകുമ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടി എടുക്കുമ്പോൾ നോക്കി എടുക്കാം ഗൈസ്. ഇപ്പൊ അട്രാക്റ്റീവ് സാധനം വെച്ചാൽ നിങ്ങൾ ഈ മുകളിൽ കാണുന്നതാക്കണ ഈ 1 2 3 4 ചിമ്മിനിയില് ഏതെങ്കിലും ഒന്ന് വാങ്ങുകയാണ് കുഞ്ഞു, എന്താണ് ഈ ഒരു സാധനം നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടും ഗൈസ്. ഒരു അടിപൊളി സാധനം. ഇപ്പം കയ്യിലേക്ക് കൊള്ളില്ല, എല്ലാം ഞങ്ങൾക്ക് എടുത്തോണ്ട് പോയി ഗൈസ്. കുഞ്ഞു വിചാരിച്ചതാക്കണ ഈ സാധനമാണ് ഫ്രീ ആയിട്ട് കിട്ടുക.
അതിന്റെ താഴത്തൊന്നുമില്ല. അപ്പൊ ക്ലീൻ ആക്കാൻ തമാശ പറഞ്ഞല്ല, ഈ കാണുന്ന ചിമ്മിണി വാങ്ങിക്കാൻ നിങ്ങൾക്ക് 16,295 രൂപന്റെ ഈ ഒരു സ്റ്റവ് ഫ്രീ ആണ്. വീട്ടിലെ സാധനമാണ്. ഇതാണ് ബെസ്റ്റ് ടൈം. ഞാൻ എല്ലാ ഓഫേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരുപാട് ക്യൂട്ട് ആയിട്ടില്ല, അതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ട് ഒരുപാട് പ്രൊഡക്റ്റിന് കിടക്കാച്ച ഓഫറിൽ നമുക്ക് നോക്കാം. ഈ റോയൽ പ്ലസിന്റെ ഗ്യാസ് സ്റ്റവ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വച്ചിന്റെ 3 ലിറ്റർ പ്രഷർ കുക്കറും ജഡ്ജിന്റെ 6 പ്ലേക്ക് ഇഡ്ലി കുക്കർ വർത്ത് 6,065 രൂപ ഇത് ഫ്രീ ആയി കിട്ടും. പിന്നെ സ്വച്ചിന്റെ നിയോ 3 ബർണർ ഗ്യാസ് സ്റ്റവ്, അതായത് 11,295 രൂപന്റെ ഈ സാധനം നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്വച്ച് ഗ്രെയിൻ നോൺ സ്റ്റിക് കുക്ക്വെയറിന്റെ 3 പീസ് സെറ്റും അതുപോലെ തന്നെ 3 ലിറ്ററിന്റെ സ്വച്ച് പോപ്പുലർ SS പ്രഷർ കുക്കറും കിട്ടും. അറൌണ്ട് 6,818 രൂപന്റെ സാധനം മൊത്തം ഫ്രീ. പിന്നെ നിങ്ങൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലാറ്റിന പോപ്പുലർ കുക്ക്വെയറിന്റെ പീസ് 3, അതായത് 3 പീസ് ഉണ്ട്, വർത്ത് അറൌണ്ട് 3,825 രൂപ. ഈ സാധനം നിങ്ങൾ വാങ്ങിയാൽ ഗൈസ് ഇപ്പോൾ ഡ്യൂട്ടി കൈ പിടിച്ചിരുന്ന പോപ്പുലർ സ്വച്ച് SS പ്രഷർ കുക്കർ 3 ലിറ്റർ ആണ് ഗൈസ്. ഈ സാധനം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയി കിട്ടും. ഇതിന് തന്നെ അറൌണ്ട് 2,420 റുപ്പി ഉണ്ട്. പിന്നെ 1000 വാട്ട്സിന് എൻഡ്യൂറ പ്രോ മിക്സർ ഗ്രൈൻഡർ ഗൈസ്, ഇതിന് അറൌണ്ട് 13,995 രൂപയാണ്. ഓൾറെഡി 25% ഡിസ്കൗണ്ട് ഉണ്ട്. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു അടിപൊളി സാൻഡ്വിച്ച് മേക്കർ ഗൈസ് 1,795 രൂപന്റെ ഈ സാധനം ഫ്രീ ആയി കിട്ടും. വെറും 6,070 രൂപന്റെ ഈ ഇൻഡക്ഷൻ കുക്കർ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് 3,995 രൂപന്റെ ഗ്രാനൈറ്റ് ആൽഫ നോൺ സ്റ്റിക് കുക്ക് വെയർ 3 പീസിന്റെ സെറ്റിംഗ് ഫ്രീ ആയി കിട്ടും. ഈ കാണുന്ന 3,800 രൂപന്റെ സ്വച്ചിന് 3 ലിറ്റർ പ്രഷർ കുക്കർ വാങ്ങിയാൽ നിങ്ങൾക്ക് 1,550 രൂപന്റെ ഒരു ഒമിനി തവ ഫ്രീ ആയി കിട്ടും. ജഡ്ജിന്റെ 1,265 രൂപന്റെ ഈ കെറ്റിൽ നിങ്ങൾക്ക് വെറും 599 രൂപ കിട്ടും. അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഗൈസ്. എണ്ണയിലും തീരുമല്ല, ഈ വീഡിയോനെ മതിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ നമ്മളെ ചലഞ്ചിലേക്ക് പോവാണ് ഗൈസ്. അപ്പൊ നമ്മളെന്തായാലും സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കുഞ്ഞു ഇവിടുന്ന് പെടഞ്ഞ് കളിക്കുന്നത്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, എടുത്തിട്ട് കൈ കിട്ടുന്നൊക്കെ എടുക്കാനാണ് പറഞ്ഞത്. സോ നമുക്ക് നോക്കാം. അയൺ ബോക്സ് എടുത്ത് ഓ മൈ ഗോഡ് ഇത് മുതലാക്കുന്നിട്ടാ തോന്നുന്നത്. ഇത്രയൊക്കെ എന്റെ കയ്യിൽ ഒതുങ്ങി കുഞ്ഞാളെ. ഇതൊക്കെ എന്തിനാ ഓംലെറ്റ് ആവും. ഇപ്പൊ സമയം ഇതാക്കണ 15 ആയിട്ട്. സമയമുണ്ട് 20-21 സെക്കൻഡ് ആയിട്ടുള്ളൂ. ഓ മൈ ഗോഡ്, എന്റെ അളിയ എനിക്ക് കൊള്ള തോന്നില്ല. ഇത് പൊട്ടിപ്പോയി പിന്നെ കുഴപ്പമില്ല. ഇനി വേറെ ഇത് സാധനം നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് കൊള്ളത്തില്ല പിടിക്കാന്. സാധനം എടുത്ത് മാറ്റിയോ? ഇല്ല, ഇനി മാറ്റാൻ കഴിയില്ല. കുറെ സാധനങ്ങൾ ഇനി എടുക്കാണ്ടിട്ട് അത് നോക്കിയെടുക്കും. ടൈം 45 സെക്കൻഡ് ഞങ്ങളാ. ഓക്കെ, സോ മാക്സിമം സാധനങ്ങളൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. 55 സമയമുണ്ട്. കുഴപ്പമില്ല. സോ നമ്മള് ഇതാണ് വെച്ചതാ. ഓക്കെ, നമ്മ വിചാരിച്ച മാരല്ല, ഡ്യൂട്ടി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് കുറെ സാധനങ്ങൾ എടുത്തു. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് കിട്ടുക. ഇനി ഇതിന്റെ കൂടെ ഫ്രീ കിട്ടുന്ന സാധനങ്ങൾ വേറെ ഉണ്ട് ഗൈസ്. അപ്പൊ അതും കൂടി ആകുമ്പോൾ കുറെ സാധനങ്ങൾ അപ്പൊ നമുക്ക് നോക്കാം ഗൈസ്. അപ്പൊ ആദ്യം ഇവിടെ എടുത്തത് മൊത്തം ഇവൾക്ക് വേണ്ട സാധനങ്ങളായിരുന്നു. ഇപ്പൊ ഇവിടെ എടുത്തത് നമുക്ക് വീട്ടിലേക്ക് കൂടി ഞാൻ പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങൾ ഗൈസ്. അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങി ജസ്റ്റ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവരവിടെ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. ഞങ്ങൾ ഹാപ്പി ആയതുകൊണ്ട് നിങ്ങളെയും കൂടി ഒന്ന് ഹാപ്പി ആക്കാൻ വിചാരിച്ച് കുറെ നല്ല കിടക്കാൻ സാധനങ്ങൾ ചാൻസ് ഉണ്ട്. അപ്പൊ കോൺടെസ്റ്റ് എന്താന്ന് പറഞ്ഞത്. ഓക്കെ ഗൈസ്, അപ്പൊ കോൺടെസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളെ നിയറസ്റ്റ് അല്ലെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും നിയറസ്റ്റ് ഉള്ള ഏതെങ്കിലും PXL ഷോറൂമിൽ പോവുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റ് ബൈ ചെയ്യുക. കാരണം കുറെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈം പീരീഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അങ്ങനെ ബൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരൊരു സോഷ്യൽ മീഡിയ AR ഫിൽറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങളെ ഫോണിൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ വാങ്ങിയ പ്രൊഡക്റ്റും വെച്ചിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാം. ആ വീഡിയോ എന്താണ് എങ്ങനെയാണെന്ന് ഡ്യൂട്ടി കാണിച്ചത്. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളത് പോസ്റ്റ് ചെയ്തിട്ട് ആ പോസ്റ്റ് നല്ലൊരു എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കാത്തിരിക്കേണ്ട. സോ ഡോണ്ട് മിസ് ഇറ്റ്. അപ്പോൾ ആദ്യം ഡ്യൂട്ടി കാണിച്ചു തരും എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അതിനുശേഷം എന്തൊക്കെയാണ് പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ AR ഫിൽറ്റർ. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതാക്കണം ചെയ്യേണ്ടത് വെച്ചാൽ പ്രസ്റ്റീജ് എന്നുള്ളത് കാണണം. ഓക്കെ, അത് കാണുന്ന രീതിയിലാവണം നിങ്ങൾ ഷൂട്ട് ചെയ്യണത്. ഒന്നെങ്കിൽ ഷോറൂമിന്റെ അല്ലെങ്കിൽ ഷോറൂമിന്റെ പുറത്തുനിന്നും. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഫ്രം ദ ഗ്രാൻഡ് സദ്യ ടു ദ ഈവനിങ് പൂജ. ഇപ്രാവശ്യത്തെ ഓണത്തിന് എന്റെ കിച്ചൺ ഫ്രണ്ട് ആണ് ഈ പ്രഷർ കുക്കർ. നമ്മൾ ഷൂട്ട് ചെയ്ത മാറി വീഡിയോ നിങ്ങൾ ഷൂട്ട് ചെയ്ത പ്രൊഡക്റ്റ് വാങ്ങിട്ട് എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും വിത്ത് ഹാഷ്ടാഗ് ഓണം ഇൻ മൈ കിച്ചനും പിന്നെ ഓണം വിത്ത് പ്രസ്റ്റീജും. പിന്നെ ഒരു പേജ് കൂടി ടാഗ് ചെയ്യാണ്ട് TTK പ്രസ്റ്റീജ് പറഞ്ഞ പേജ് കൂടി ടാഗ് ചെയ്യാം. വീഡിയോ സംഭവം ഈ സാധനങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അതങ്ങ് പോസ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി ഗൈസ്. നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 200 റുപ്പിയുടെ എക്സ്ട്രാ ഡിസ്കൗണ്ട് വൗച്ചർ നിങ്ങൾക്ക് PXL സ്റ്റോറിന് റെഡീം ചെയ്യാം. പിന്നെ ഈ ഡിസംബർ
30 വരെയാണ് ടൈം. അപ്പൊ വേഗം എല്ലാം ചെയ്തു. അപ്പൊ ഡ്യൂട്ടി പറഞ്ഞ പോലെ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇവിടുത്തെ എക്സ്ട്രാ ഡിസ്കൗണ്ട് കാര്യം കിട്ടും. അതിൽ തന്നെ ഏറ്റവും ടോപ്പ് 3 എൻഗേജിംഗ് പോസ്റ്റ് ഗൈസ്, അവർക്കാണ് കൂടുതൽ പ്രൈസ്. അമേസിംഗ് പ്രസ്റ്റീജിന്റെ പ്രൊഡക്ട്സ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ എന്തായാലും അപ്പൊ അതൊക്കെ പെർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഡ്യൂട്ടി ഇതാ കുറെ സാധനങ്ങളായിട്ട് വരുന്നുണ്ട്. നല്ല വേണം ഒന്നുകൂടി വന്നിട്ട് വെക്കാൻ. എത്ര സാധനങ്ങൾ ഗൈസ്, ഓ മൈ ഗാഡ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോവാണ്, ഡ്യൂട്ടി ഇതാ കയറുകയാണ്. കയറിക്കോ. സോ അതാക്കണം മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള പ്രസ്റ്റീജിൻ്റെ ഷോപ്പിലാട്ടാണ് വന്നത്. സോ ഇനി നമുക്ക് പോവാം ഗൈസ്, പായസം ഉണ്ടാക്കി കുടിക്കാം. പക്ഷെ ഞങ്ങൾ പത്തരപ്പാലത്തുള്ളതാണ്, നിങ്ങളിപ്പം തന്നെ നേരെ വിട്ടോളി. അടിപൊളിയാണ്, ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഫ്രീ. എനിവേ സെലിബ്രേറ്റ് ഓണം വിത്ത് PXL ഔട്ട്ലെറ്റ്. ഓണം വിത്ത് പ്രസ്റ്റീജ് ആൻഡ് ഈ ഓണം ഗൈസ്. അപ്പൊ ഞാൻ വീട്ടിലെത്തി ആദ്യം തന്നെ നോക്കി നമ്മളുടെ പായസം നീ പറഞ്ഞപ്പോ കുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പുതിയ പാത്രം വാങ്ങി ആദ്യത്തെ പാലട പായസം അല്ലേ ഞങ്ങളെ ടേസ്റ്റ് നോക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. കുഞ്ഞു മാമ സഹായിച്ചിട്ടുണ്ടാക്കിയാണ്. അപ്പൊ കുഞ്ഞിക്ക് എന്തായാലും പഠിപ്പിച്ചരും. എന്നിട്ടാണ് എനിക്ക് പോയി സർപ്രൈസ് ചെയ്യാൻ. വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രസ്റ്റീജിന്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും താഴോട്ട്. ഓക്കെ, ബൈ.